നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജലദോഷം എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. പ്രായഭേദമന്യേ ജലദോഷം വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആൾക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ചിലപ്പോൾ സീസണലായിട്ടും അല്ലെങ്കിൽ നിരന്തരമായി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജലദോഷം. രാത്രിയാകുമ്പോഴത്തേക്ക് ശക്തമായി തുമ്മലുണ്ടാവുക, അതേപോലെ മൂക്ക് അടയ്ക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശക്തമായി മൂക്കൊലിപ്പുണ്ടാവുക, തൊണ്ട ചൊറിച്ചിലുണ്ടാവുക, കണ്ണിന് ചുറ്റും വീക്കം ഉണ്ടാവുക, കണ്ണ് ചൊറിയുക, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജലദോഷത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ജലദോഷം ഉണ്ടാകുന്ന കാരണങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻസ് ഒരു പ്രധാന ഘടകമാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, വൈറൽ ഇൻഫെക്ഷൻസ് ആവാം. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന ജലദോഷങ്ങൾ ഉണ്ട്. അതേപോലെ പലതരത്തിലുള്ള അലർജീസ്, അത് ചിലപ്പം ഡസ്റ്റ് പൊടികളാവാം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാവാം, തണുപ്പാവാം. പലതരത്തിലുള്ള അലർജി കാരണം ഈ പറഞ്ഞ ജലദോഷം ഉണ്ടാകും. അലർജി എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തന ഫലത്തെയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പം ആൻറ്റിബോഡി റിയാക്ഷൻസ് എന്ന് പറയും. ശരീരത്തിന് പുറമേ എന്തെങ്കിലും വസ്തു ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകും. ചില ആൾക്കാരിൽ ഇത് വളരെ കൂടുതലായിട്ടുണ്ടാകുമ്പോഴാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ അലർജി മൂലം ഉണ്ടാകുന്ന ജലദോഷം അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. അപ്പോൾ റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ നേസൽ മ്യൂക്കോസയ്ക്ക് ഉണ്ടാകുന്ന നീർവീക്കം അല്ലെങ്കിൽ മൂക്കിനകത്തുണ്ടാകുന്ന നീർവീക്കം. അപ്പം ഇതുമൂലം മൂക്കടപ്പുണ്ടാവാം. അപ്പം മൂക്കിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നേസൽ സെപ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ടർബിനേറ്റ്സ് ഉണ്ട്. അപ്പം ഈ നേസൽ സെപ്റ്റത്തിലുള്ള വളവുകൾ, അതേപോലെ ടർബിനേറ്റ്സിനുണ്ടാകുന്ന വീക്കം, ഇതുമൊക്കെ മൂക്കടപ്പിന് കാരണമാകുന്നു. അതേപോലെ ഈ അലർജി കൂടിയിരിക്കുമ്പോഴത്തേക്ക് മൂക്കിൽ നിന്ന് അമിതമായിട്ട് സെക്രീഷൻസിന് ഗ്ലാൻഡ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും, അത് മൂക്കൊലിപ്പിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് അലർജിക് റൈനൈറ്റിസിനെ പറ്റിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ചില ആൾക്കാരിൽ 10 പേരിൽ 2-3 പേർക്കായിരിക്കും കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്നൊരു പൊടിയിലേക്ക് വരുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പാകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം അത്തരം വസ്തുക്കളുമായിട്ട് പ്രതികരിക്കുന്നത് വളരെ വേഗത്തിലും അതേപോലെ തന്നെ കുറച്ചുകൂടെ ശക്തമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിക്കാം എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് കാറ്റഗറി ആൾക്കെടുക്കാം. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മൂക്കടയ്ക്കുകയും ജലദോഷം മൂക്കൊലിപ്പുണ്ടാവുകയും അതേപോലെ തന്നെ കണ്ണ് ചൊറിയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ തുടക്കം സ്റ്റേജിൽ തന്നെ മാസ്ക് ഉപയോഗം ശീലിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാലാവസ്ഥയിലൊക്കെ വ്യത്യാസം വരുമ്പോൾ മാസ്കിൻ്റെ ഉപയോഗം ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നീടുള്ളത് ഭക്ഷണത്തിലുണ്ടാകുന്ന അലർജിയാണ്. അപ്പം ഒരാഴ്ചക്കാലം നന്നായിട്ട് ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കണ്ണ് ചൊറിച്ചിലുണ്ടാവുകയും മൂക്കൊലിപ്പുണ്ടാകുന്നതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് ആ ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളിൽ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മൂക്കടപ്പ് മൂലമൊക്കെ കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കൃമിശല്യം. ഈ കൃമിശല്യം കൂടുതലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് കൃമി വളരെ പെട്ടെന്നാണ് അത് എണ്ണം കൂടുന്നത്. അപ്പോൾ ഇത്തരം കൃമികൾ ശരീരത്തിൽ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ടോക്സിൻസ് അഡിനോയിഡ്സിന് വീക്കം ഉണ്ടാക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അഡിനോയിഡ്സിലും അതേപോലെ GI ട്രാക്റ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ IG പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മ സെല്ലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് ഈ പറഞ്ഞ ആൻറ്റിബോഡി ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. പെട്ടെന്നൊരു ഈ പറഞ്ഞ ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ പൊടിയോ തണുപ്പോ ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു പ്രതിപ്രവർത്തനം വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് മൂക്കടയ്ക്കുകയും ഈ പറഞ്ഞ മൂക്കൊലിപ്പുണ്ടാവുകയും തൊണ്ടചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം കൃമിശല്യം ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം കൃമിശല്യം മൂലമാണ് കുട്ടികളിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ചികിത്സ, കൃമിനാശകമായിട്ടുള്ള ചികിത്സകളൊക്കെ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് എന്ന രീതിയിൽ മാസ്ക് ഉപയോഗം
അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യവും പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിലും ഈ പറഞ്ഞ ജലദോഷം കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുഞ്ഞു കുട്ടികളുള്ള ആൾക്കാരിലാണ്. കാരണം ഉറക്കക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. ഉറക്കം കുറയുമ്പോഴും ഈ IgEയുടെ അളവ് ശരീരത്തിൽ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നോർമൽ അളവിനേക്കാൾ കൂടി നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറമേ ഉള്ള ഒരു ആൻറ്റിജൻസുമായിട്ട് റിയാക്ഷൻസ് വരുമ്പോഴത്തേക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ജലദോഷമൊക്കെ അതും ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പം കൃത്യമായി ഉറങ്ങിക്കഴിയുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കുറയുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ പ്രതിശായം എന്നാണ് പറയുന്നത്. പ്രതിശായം തന്നെ വാതജം, പിത്തജം, കഫജം എന്നുണ്ട്. ചർച്ചയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷനും പ്രത്യേക ചികിത്സകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നെയ്യ് കൊണ്ടുള്ള ചികിത്സകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത്തരം കണ്ടീഷൻസിൽ. അതേപോലെ തന്നെ പിന്നീട് പലതരത്തിലുള്ള നസ്യ ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. നസ്യ ചികിത്സയിൽ തന്നെ പല രീതിയിലുള്ള നസ്യ ചികിത്സകളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അലർജീസിനെ ശരീരത്തെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള തേൻ ചേർത്തുകൊണ്ടുള്ള പലവിധ നസ്യ രീതികളുണ്ട്. അപ്പോൾ ഈ തേനിനകത്ത് തന്നെ ഒരുപാട് പൂമ്പൊടികളുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേൻ ചേർത്ത നസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു രീതിയും ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് കാരണം കൊണ്ടാണ് ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഈ IgE കൂടി നിൽക്കുകയാണെങ്കിൽ അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് ഭക്ഷണമായാലും കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊക്കെ ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്, പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആയുർവേദത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അലർജി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജലദോഷം എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. പ്രായഭേദമന്യേ ജലദോഷം വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആൾക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ചിലപ്പോൾ സീസണലായിട്ടും അല്ലെങ്കിൽ നിരന്തരമായി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജലദോഷം. രാത്രിയാകുമ്പോഴത്തേക്ക് ശക്തമായി തുമ്മലുണ്ടാവുക, അതേപോലെ മൂക്ക് അടയ്ക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശക്തമായി മൂക്കൊലിപ്പുണ്ടാവുക, തൊണ്ട ചൊറിച്ചിലുണ്ടാവുക, കണ്ണിന് ചുറ്റും വീക്കം ഉണ്ടാവുക, കണ്ണ് ചൊറിയുക, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജലദോഷത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ജലദോഷം ഉണ്ടാകുന്ന കാരണങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻസ് ഒരു പ്രധാന ഘടകമാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, വൈറൽ ഇൻഫെക്ഷൻസ് ആവാം. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന ജലദോഷങ്ങൾ ഉണ്ട്. അതേപോലെ പലതരത്തിലുള്ള അലർജീസ്, അത് ചിലപ്പം ഡസ്റ്റ് പൊടികളാവാം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാവാം, തണുപ്പാവാം. പലതരത്തിലുള്ള അലർജി കാരണം ഈ പറഞ്ഞ ജലദോഷം ഉണ്ടാകും. അലർജി എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തന ഫലത്തെയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പം ആൻറ്റിബോഡി റിയാക്ഷൻസ് എന്ന് പറയും. ശരീരത്തിന് പുറമേ എന്തെങ്കിലും വസ്തു ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകും. ചില ആൾക്കാരിൽ ഇത് വളരെ കൂടുതലായിട്ടുണ്ടാകുമ്പോഴാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ അലർജി മൂലം ഉണ്ടാകുന്ന ജലദോഷം അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. അപ്പോൾ റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ നേസൽ മ്യൂക്കോസയ്ക്ക് ഉണ്ടാകുന്ന നീർവീക്കം അല്ലെങ്കിൽ മൂക്കിനകത്തുണ്ടാകുന്ന നീർവീക്കം. അപ്പം ഇതുമൂലം മൂക്കടപ്പുണ്ടാവാം. അപ്പോൾ മൂക്കിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നേസൽ സെപ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ടർബിനേറ്റ്സ് ഉണ്ട്. അപ്പം ഈ നേസൽ സെപ്റ്റത്തിലുള്ള വളവുകൾ, അതേപോലെ ടർബിനേറ്റ്സിനുണ്ടാകുന്ന വീക്കം, ഇതുമൊക്കെ മൂക്കടപ്പിന് കാരണമാകുന്നു. അതേപോലെ ഈ അലർജി കൂടിയിരിക്കുമ്പോഴത്തേക്ക് മൂക്കിൽ നിന്ന് അമിതമായിട്ട് സെക്രീഷൻസിന് ഗ്ലാൻഡ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും, അത് മൂക്കൊലിപ്പിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് അലർജിക് റൈനൈറ്റിസിനെ പറ്റിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ചില ആൾക്കാരിൽ 10 പേരിൽ 2-3 പേർക്കായിരിക്കും കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് ഒരു പൊടിയിലേക്ക് വരുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പാകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം അത്തരം വസ്തുക്കളുമായിട്ട് പ്രതികരിക്കുന്നത് വളരെ വേഗത്തിലും അതേപോലെ തന്നെ കുറച്ചുകൂടെ ശക്തമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിക്കാം എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് കാറ്റഗറി ആൾക്കെടുക്കാം. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മൂക്കടയ്ക്കുകയും ജലദോഷം മൂക്കൊലിപ്പുണ്ടാവുകയും അതേപോലെ തന്നെ കണ്ണ് ചൊറിയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ
അത്തരം ആൾക്കാർ തുടക്കം സ്റ്റേജിൽ തന്നെ മാസ്ക് ഉപയോഗം ശീലിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാലാവസ്ഥയിലൊക്കെ വ്യത്യാസം വരുമ്പോൾ മാസ്കിൻ്റെ ഉപയോഗം ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നീടുള്ളത് ഭക്ഷണത്തിലുണ്ടാകുന്ന അലർജിയാണ്. അപ്പം ഒരാഴ്ചക്കാലം നന്നായിട്ട് ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കണ്ണ് ചൊറിച്ചിലുണ്ടാവുകയും മൂക്കൊലിപ്പുണ്ടാവുന്നതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് ആ ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളിൽ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മൂക്കടപ്പ് മൂലമൊക്കെ കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കൃമിശല്യം. ഈ കൃമിശല്യം കൂടുതലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് കൃമി വളരെ പെട്ടെന്നാണ് അത് എണ്ണം കൂടുന്നത്. അപ്പോൾ ഇത്തരം കൃമികൾ ശരീരത്തിൽ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ടോക്സിൻസ് അഡിനോയിഡ്സിന് വീക്കം ഉണ്ടാക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അഡിനോയിഡ്സിലും അതേപോലെ GI ട്രാക്റ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ IG പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മ സെല്ലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് ഈ പറഞ്ഞ ആൻറ്റിബോഡി ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. പെട്ടെന്നൊരു ഈ പറഞ്ഞ ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ പൊടിയോ തണുപ്പോ ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു പ്രതിപ്രവർത്തനം വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് മൂക്കടയ്ക്കുകയും ഈ പറഞ്ഞ മൂക്കൊലിപ്പ് ഉണ്ടാവുകയും തൊണ്ടചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം കൃമിശല്യം ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം കൃമിശല്യം മൂലമാണ് കുട്ടികളിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ചികിത്സ, കൃമിനാശകമായിട്ടുള്ള ചികിത്സകളൊക്കെ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് എന്ന രീതിയിൽ മാസ്ക് ഉപയോഗം അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യവും പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിലും ഈ പറഞ്ഞ ജലദോഷം കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുഞ്ഞു കുട്ടികളുള്ള ആൾക്കാരിലാണ്. കാരണം ഉറക്കക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. ഉറക്കം കുറയുമ്പോഴും ഈ IgEയുടെ അളവ് ശരീരത്തിൽ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നോർമൽ അളവിനേക്കാൾ കൂടി നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറമേ ഉള്ള ഒരു ആൻറ്റിജൻസുമായിട്ട് റിയാക്ഷൻസ് വരുമ്പോഴത്തേക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ജലദോഷമൊക്കെ അതും ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പം കൃത്യമായി ഉറങ്ങിക്കഴിയുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കുറയുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ പീനസം എന്നാണ് പറയുന്നത്. പീനസം തന്നെ വാതജം, പിത്തജം, കഫജം എന്ന ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷനും പ്രത്യേക ചികിത്സകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നെയ്യ് കൊണ്ടുള്ള ചികിത്സകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത്തരം കണ്ടീഷൻസിൽ. അതേപോലെ തന്നെ പിന്നീട് പലതരത്തിലുള്ള നസ്യ ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. നസ്യ ചികിത്സയിൽ തന്നെ പല രീതിയിലുള്ള നസ്യ ചികിത്സകളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അലർജീസിനെ ശരീരത്തെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള തേൻ ചേർത്തുകൊണ്ടുള്ള പലവിധ നസ്യ രീതികളുണ്ട്. അപ്പോൾ ഈ തേനിനകത്ത് തന്നെ ഒരുപാട് പൂമ്പൊടികളുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേൻ ചേർത്ത നസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു രീതിയും ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് കാരണം കൊണ്ടാണ് ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഈ IgE കൂടി നിൽക്കുകയാണെങ്കിൽ അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് ഭക്ഷണമായാലും കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊക്കെ ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്, പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആയുർവേദത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അലർജി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.